മനോരമ ചാനൽ ചർച്ച കഴിഞ്ഞ ദിവസം ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവായ മേഘാ രഞ്ജിത്തിന് മർദ്ദനമേറ്റതിൻ്റെ പേരിൽ അരിതാ ബാബു എന്ന വനിതാ നേതാവ് പിരിവെടുത്ത് മുക്കിയ വാർത്ത പുറത്തു വന്നത് നല്ല അന്തസ്സായിട്ട് അതേപോലെ തന്നെ മുക്കിയതിന് ശേഷം കോൺഗ്രസ്സുകാരുടെ പുതിയ രാഷ്ട്രീയ കുതിരക്കച്ചവടമായ കലാരാജുവിന് വേണ്ടി അവർ സടകുടഞ്ഞെഴുന്നേൽക്കുകയാണ്. ആരും പറഞ്ഞളയല്ല, ഇതൊന്നും പക്ഷപാതമല്ല, ഇതൊക്കെ മാധ്യമധർമ്മമാണ്, കോൺഗ്രസിന് വേണ്ടിയുള്ള മാധ്യമധർമ്മം. ആ ചർച്ചയിലാണ് അരുൺകുമാർ ഇന്നലെ ഒരു വാചകം പറഞ്ഞു വെച്ചത്. അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു വാചകമാണ്. കാര്യം മനോരമയുടെ ചർച്ചകളെടുത്ത് പരിശോധിച്ചാൽ അരുൺകുമാർ ആ ചർച്ചയിൽ പറഞ്ഞ പല കാര്യങ്ങളും ചർച്ചയായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം. മണിക്കൂറുകൾക്ക് മുൻപ് അവർക്ക് അതിക്രമം നേരിട്ടിട്ടില്ല എന്നൊന്നും അല്ലല്ലോ. അല്ല, നിങ്ങൾ കണ്ടുപിടിക്ക്. ഇവിടെ നമുക്കറിയാമല്ലോ ഈ കേരളത്തിലെ പല കേസുകളുടെയും സാഹചര്യം. ഒരു സൂയിസൈഡ് നോട്ടിലും പേരില്ലാതെ ഒരു പ്രസംഗത്തിന്റെ പേരിൽ ഒരാളെ ജയിലിലേക്ക് വിടാൻ ഇവിടുത്തെ ചാനലുകൾ നടത്തിയ വലതുപക്ഷം നടത്തിയ മത്സരവും സൂയിസൈഡ് നോട്ടിൽ കൃത്യമായി പേരെഴുതി വെച്ചിട്ട് MLA-യുടെയും DCC പ്രസിഡന്റ് പേരെഴുതി വെച്ചിട്ട് അത് വാർത്തയാകാതെ പോയതും 70 രൂപ കൃത്യമായിട്ട് ഓട്ടോയ്ക്ക് കൊടുക്കാൻ പോയ ഓമനക്കുട്ടന്റെ വലിയ അഴിമതിയും ഇപ്പൊ 8 കോടി രൂപ പിരിച്ചിട്ട് കൊടുക്കാതെ പോയ അരീതാ ബാബുവിന്റെ കഥയും ഇതൊക്കെ ചരിത്രമൊക്കെ നമുക്കറിയാലോ.